ഒരു അടുക്കളയിൽ ഒരാളുടെ കൈ തട്ടി, ഒരു കൊച്ചു പയ്യൻ്റെ കൈ തട്ടി അവിടെ അത്രയും തേൻ ഒഴുകി വീണു. ആ ആ തറയിൽ അത്രയും നല്ല രുചികരമായിട്ടുള്ള തേൻ. അപ്പോൾ കൊച്ചു പയ്യനായതുകൊണ്ട് അവൻ ആ തട്ടിയിട്ട് അവൻ ഓടി കളിച്ച് അവനങ്ങ് പോയി. അന്നേരം കൊണ്ട് ഈച്ചയിൽ അനുഭവ സമ്പത്തുള്ള ഈച്ച പറഞ്ഞു മറ്റ് ഈച്ചകളോട്, ഇത് ഒട്ടിപ്പിടിക്കും, പശ പോലെയാണ്, സൂക്ഷിച്ച് വേണം തേൻ നുകരാൻ, സ്വാദിഷ്ടമാണ്, നിങ്ങളൊക്കെ ഈ തേൻ നുകർന്ന് മതോന്മത്തരാകും, തുടർന്ന് നാം വെറും ഈച്ചകളാണ്, അതിനാൽ ഈ തേനിൽ ഒട്ടിപ്പിടിച്ച് നാം ചാകാതെ സൂക്ഷിക്കണം എന്ന് അനുഭവസ്ഥനായിട്ടുള്ള ഈച്ച മറ്റ് ഈച്ചകളോട് പറഞ്ഞു. എന്നാൽ മറ്റ് ഈച്ചകൾ എന്ത് ചെയ്തു? അവർ പറന്ന് വന്ന് നേരെ ഈ തേനിലങ്ങ് ഇരുന്ന് പശ പോലെ ഒട്ടിപ്പിടിച്ച് ഈ ഈച്ചകളൊക്കെ ചത്തു. പക്ഷെ രക്ഷപ്പെട്ടു പോയത് ഈ ഉപദേശം കൊടുത്തവൻ മാത്രം. ബാക്കി എല്ലാ ഈച്ചകളും ഉപദേശം കേട്ടതല്ലാതെ അത് കേട്ടില്ല, ആ ഉപദേശം പരിപാലിച്ചില്ല, അവർ ചത്തുപോയി ആ ഒട്ടിപ്പിടിച്ച് ആ തേനിൽ. തേൻ നുകരാൻ പറ്റിയോ? അതിൻ്റെ രുചി ആസ്വദിക്കാൻ പറ്റിയോ? ഇല്ല. അപ്പം അതുകൊണ്ട് അനുഭവസ്ഥരുടെ ഉപദേശം കേൾക്കൂ. ശാസ്ത്രീയമായിട്ട് അനുഭവസ്ഥം ശരിക്കുമുള്ള. ഇപ്പോൾ നമ്മളിവിടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ കൊല്ലത്തിൽ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിൽ വളരെ അനുഭവ സമ്പത്തുള്ള 23 വർഷം പഴക്കം ഉള്ള എൻ്റെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ പങ്കിട്ട് തരാം. ശാസ്ത്രീയമായിട്ട് കൗൺസിലിംഗ് ആയും സൈക്കോതെറാപ്പി ആയും ഹിപ്നോതെറാപ്പി ആയും ചൈൽഡ് സൈക്കോളജി, ഫാമിലി കൗൺസിലിങ്, അഡോളസെൻ്റ് കൗൺസിലിങ് വളരെ പ്രൊഡക്റ്റീവായിട്ട്, ക്രിയേറ്റീവായിട്ട്, കൺസ്ട്രക്റ്റീവായിട്ട്, സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിരിക്കും. വെറുതെ ഉപദേശമല്ല സൈക്കോളജി, കൗൺസിലിംഗ്. യൂട്യൂബ് ഒക്കെ കുറേ മോട്ടിവേഷൻസാണ്, അതുകൊണ്ടൊന്നും ഗുണമില്ല. കേൾക്കാം, രസമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ഗുണം ചെയ്യണമെങ്കിൽ അതിൻ്റെ സയൻസ്, അതിൻ്റെ നേരിട്ട് വന്ന് അതിൻ്റേതായ ചില ടെക്നിക്സ്, മോഡാലിറ്റീസ് ഉണ്ട്, സിസ്റ്റമുണ്ട്. നിങ്ങളത് നേരിട്ട് വന്ന് ഗുണമുള്ളവരായി തീരുക. ഇല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഈച്ച അവൻ മാത്രമേ രക്ഷപ്പെടൂ. ഉപദേശം കേൾക്കുന്നവരോ ഈ സോഷ്യൽ മീഡിയയിൽ കേട്ട് പോകുന്നവർ പോലെ ആകും. മനസ്സിലായോ? 9605743596 ആണ് എൻ്റെ നമ്പർ. അതുകൊണ്ട് ഉപദേശകരിന്ന് ഒരുപാടാണ്, അവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്നതാണ് വാസ്തവികത. ഈ കൊറോണയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 വർഷമായിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് അവസ്ഥ ഇതാണ്. ഉപദേശകരങ്ങ് കൂടിപ്പോയി, ഉപദേശം കേൾക്കുന്നവരോ ഒരു ഗുണവും ഇല്ല. അതിനാൽ സയൻറ്റിഫിക്കാണ് സൈക്കോളജി, കൗൺസിലിംഗ്, ഉപദേശമല്ല. അതിൻ്റേതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നേരിട്ട് വരിക, പ്രയോജനപ്പെടുത്തുക. വെൽക്കം.